നമസ്തേ. 6/5/2025 ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് ഒരാൾ ചോദിച്ചിട്ടുള്ള ഒരു കമൻറ്റ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, അതിന് മറുപടി പറയാം. അദ്ദേഹം ചോദിച്ചത് കൂറ് ഫലമാണോ ലഗ്ന ഫലമാണോ ജീവിതത്തിൽ അനുഭവിക്കുക എന്നതാണ്, അഥവാ അതിനാണോ പ്രാധാന്യം എന്നാണ്. ഇതിലേതിനാണ് പ്രാധാന്യം എന്നാണ്. ലഗ്നഫലവും കൂറുഫലവും വളരെ പ്രാധാന്യം തന്നെയാണ്. ഒരു ജാതക ഗണിതത്തിന് ഏറ്റവും അത്യാവശ്യം ജനന സമയം ആണ്. ആ ജനന സമയമാണ് ലഗ്നം. അപ്പോൾ ലഗ്നത്തിന് ആ പ്രാധാന്യമുണ്ട്. 2, അതേപോലെ തന്നെ പ്രാധാന്യമാണ് ഒരു രാശിയിൽ നക്ഷത്രം നിൽക്കുന്ന രാശി, അഥവാ ചന്ദ്രരാശി എന്ന് പറയുന്നത്. അതും ഓരോരുത്തരുടെ ജാതകത്തിലും വരുന്നതാണ്. അപ്പോൾ അതിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ ലഗ്നത്തിന് പ്രാധാന്യമുണ്ട്, അതേപോലെ ചന്ദ്രരാശിക്ക് പ്രാധാന്യമുണ്ട്. ഈ ലഗ്നത്തിൻ്റെയും ചന്ദ്രൻ്റെയും നവാംശകങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഈ 4 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയാലാണ് ഒരു ജാതകത്തെ ഇതാവാൻ പറ്റും. ലഗ്നം കൊണ്ടുവരുന്ന ഫലങ്ങൾ ഈ ചാരഫലം അനുകൂലമായി വരുമ്പോഴാണ് നമുക്ക് അനുഭവിക്കാൻ തോന്നുക, അനുഭവയോഗം ഉണ്ടാകുക. അപ്പോൾ അനുഭവയോഗം ജാതകത്തിൽ വരുന്നത് ലഗ്നവും ചാരഫലവും തമ്മിൽ യോജിച്ച് വരുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഈ 2 ഫലത്തിനും പ്രാധാന്യമുണ്ടായത്. അതുകൊണ്ട് ലഗ്നഫലത്തിനും ഈ ചന്ദ്രാധിഷ്ഠിത ഫലത്തിനും ഒരേ പ്രാധാന്യമാണ് ജാതകത്തിൽ ഉള്ളത്. അനുഭവകാലം ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ്. ഓരോ ഗ്രഹങ്ങളും ആ ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ ഏതേത് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലാണ് ദശാഫലങ്ങളൊക്കെ അനുഭവിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് 2നും ഒരേ പ്രാധാന്യമാണ്, ഒന്നും കുറച്ച് പ്രാധാന്യമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതാണ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. ഇതേപോലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ പറയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഒരു ചെറിയ അറിവ് തരാൻ നിങ്ങൾക്ക് പറ്റും, എനിക്ക് പറ്റും. ഇപ്പോൾ ജ്യോതിഷം സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ആകാം, പറയാവുന്ന കാര്യങ്ങൾ പറയും. പക്ഷേ വ്യക്തിപരമായ കമൻറ്റുകൾ ഫലങ്ങൾക്ക് ഫലം എൻ്റെ സമയം എപ്പോഴാണ് നന്നാവുക എന്നൊക്കെ ചോദിച്ചാൽ ഇതിലൂടെ മറുപടി പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ജാതകം ലഗ്നം പരിശോധിക്കണം, ചന്ദ്രരാശി പരിശോധിച്ചാൽ മാത്രം പോരാ, ലഗ്നം പരിശോധിക്കണം. ഇനി ചന്ദ്രരാശിയും ലഗ്നവും പരിശോധിച്ചാലും ഇതിനും 2നും എത്രത്തോളം ബലമുണ്ടെന്ന് കൂടി അറിയണം. ചന്ദ്രരാശിക്കൊക്കെ ചന്ദ്രഗ്രഹത്തിന് എത്ര ബലമുണ്ട്, അങ്ങനെ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദശാകാലം ഏതാണ്, ആ ദശാകാലിൻ്റെ നാഥനായ ഗ്രഹത്തിന് എന്ത് ബലമാണുള്ളത്, ഇതൊക്കെ നോക്കിയിട്ടേ നമുക്ക് ഒരു ഫലം നിരൂപണം ചെയ്യാനായിട്ട് പറ്റൂ. അതുകൊണ്ട് ഒരു വ്യക്തിപരമായ ഫലങ്ങൾക്കൊന്നും മറുപടി നൽകാൻ കമൻറ്റിലൂടെ പറ്റില്ല. അത് വ്യക്തിപരമായി നിങ്ങളുടെ ജാതകം അത് സൂക്ഷ്മമായി പരിശോധിച്ചാലേ പറ്റൂ. അതുകൊണ്ട് തന്നെ പക്ഷേ ഇതേപോലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാനായിട്ട് എനിക്ക് പറ്റും. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. കാരണം ലഗ്നത്തിനാണോ കൂറിനാണോ പ്രാധാന്യം എന്ന് വളരെ സത്യസന്ധമായി അറിയാനുള്ള ആഗ്രഹത്തോട് ചോദിച്ചതാണ്. ചോദ്യം കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ്. ലഗ്നത്തിനും കൂറിനും ഒരേ പ്രാധാന്യം തന്നെ ആണുള്ളത്. ലഗ്നം, ചന്ദ്രൻ, ആദിത്യൻ, ഈ 3 ഗ്രഹങ്ങളിൽ നിന്ന് ലഗ്നം ലഗ്നാധിപൻ, ചന്ദ്രൻ ചന്ദ്രരാശ്യാധിപൻ, ആദിത്യൻ, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് ഒരേ ബലമാണ് നോക്കേണ്ടത്. ഇതിൽ കൂടുതൽ ബലമാർക്കാണോ ലഗ്നം ലഗ്നാധിപൻ, ചന്ദ്രൻ ചന്ദ്രലഗ്നാധിപൻ, ആദിത്യൻ, ഈ ഇത്രയും ഗ്രഹങ്ങളിൽ ആർക്കാണോ കൂടുതൽ ബലം അതിൽ നിന്ന് വേണം ജാതകത്തിൻ്റെ ഗണന സ്ഥിതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 6/5/2025 ചൊവ്വാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇടവം, കർക്കിടകം, വൃശ്ചികം, കുംഭം രാശിക്കാർക്ക് ശുഭകരമാണ്. തുലാം രാശിക്കാർക്ക് മധ്യമമാണ്. മേടം, മകരം രാശിക്കാർക്ക് ദോഷമാണ്.
മിഥുനം, ചിങ്ങം, കന്നി, ധനു, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്ക് വിശദമായിട്ട് ഓരോന്നും നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മേടക്കൂറുകാർക്ക് അനുകൂലമല്ല. ആരോഗ്യമാണെങ്കിലും മനസ്സിനാണെങ്കിലും മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയം അല്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു സമയമാണ്. വെറുതെ ഒരു കാര്യമില്ലെങ്കിലും മനസ്സ് അസ്വസ്ഥമാകും. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാനായിട്ട് നാമം ജപിക്കുകയോ ഒക്കെ ചെയ്യണം. മനസ്സ് അസ്വസ്ഥമാകുന്നു എന്ന് നമുക്ക് ബോധ്യമായാൽ മനസ്സിനെ സ്വയം നിയന്ത്രിക്കാനായിട്ട് കഴിയും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നാമജപമൊക്കെ നന്നായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം മൊബൈലൊക്കെ കയ്യിലുള്ളപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് അതിലൂടെ കേൾക്കാം. അപ്പം മനസ്സിന് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെ കേൾക്കുക. നല്ലത് കേൾക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. നമ്മളുടെ ചെവി തന്നിട്ടുള്ളത് നല്ലത് കേൾക്കാനും, കണ്ണുകൾ തന്നിട്ടുള്ളത് നല്ലത് കാണാനും, കൈകൾ തന്നിട്ടുള്ളത് നല്ലത് പ്രവർത്തിക്കുവാനും, കാലുകൾ തന്നിട്ടുള്ളത് നല്ല സ്ഥലത്തേക്ക് ചെന്നെത്തുവാനുമാണ്. ഇതെല്ലാവരും മനസ്സിലാക്കണം. വായ് തന്നിട്ടുള്ളത് നല്ലത് ഭക്ഷിക്കാനും, നാവ് തന്നിട്ടുള്ളത് നല്ലത് സംസാരിക്കാനുമാണ്. പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ ശ്രമിക്കുക. എല്ലാം നമുക്കെപ്പോഴും അനുയോജ്യമായി വരുമെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ ഇതിലൊക്കെ ശ്രമിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ മനസ്സ് അസ്വസ്ഥമാകും എന്ന് ആകുന്ന ദിവസമാണെന്ന് അറിഞ്ഞാൽ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ആ മാറ്റങ്ങളെ കാണാനായിട്ട് കഴിയും. അപ്പോൾ മനസ്സ് പൊതുവെ അസ്വസ്ഥമായിരിക്കും. ഒന്നിനും ഒരാത്മവിശ്വാസം ഉണ്ടാവില്ല. അലസതയായിരിക്കും. ഉദര സംബന്ധമായ അസുഖങ്ങൾ മൂലം പ്രയാസങ്ങളുണ്ടാവും. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. മനസ്സ്, ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയുള്ള മേടക്കൂറുകാർക്ക് അസ്വസ്ഥതയുള്ള ദിവസമായിരിക്കും. അലർജി സംബന്ധമായ അസുഖങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയര അനുകൂലമായിരിക്കില്ല. മനസ്സിൽ ചില വിഷമമുണ്ടാകുന്ന സമീപനങ്ങളൊക്കെ ഒരു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവാം. അത് അവരുടെ കുഴപ്പമല്ല, നമ്മളുടെ സമയത്തിൻ്റെ കുഴപ്പമാണ്. ഏത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമ്മൾക്കൊരു സ്വഭാവം, നമ്മൾ മറ്റുള്ളവരെ പഴിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. ആ കുഴപ്പമുണ്ടായത് നമ്മളുടെ തന്നെ കർമ്മദോഷത്തിൻ്റെ ഫലമാണ്, പ്രവൃത്തി ദോഷത്തിൻ്റെ ഫലമാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മുജ്ജന്മത്തിൽ ആരെങ്കിലും നമ്മളോട് വഴക്ക് കൂടുന്നെങ്കിൽ നമ്മൾ മുൻജന്മത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അവരോട്, അല്ലെങ്കിൽ സമയങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മളത് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പ്രതിഫലനം തിരിച്ചനുഭവിക്കപ്പെടേണ്ട കാലഘട്ടത്തിലാണ് അത് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് വെറുതെ മറ്റുള്ളവർ അങ്ങനെ ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന ധാരണ നമ്മൾ മാറ്റണം. അങ്ങനെയല്ല, നമ്മൾ എന്തൊക്കെയോ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ സമയം ഇങ്ങനെയൊക്കെ വരുന്നത് എന്നതാണ് ശരി. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ലാത്ത ദിവസമാണ്. ശത്രുദോഷം ഉണ്ടാകുന്ന ദിവസമാണ്. കടബാധ്യത വരുന്ന ദിവസമാണ്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകാം. മുൻകോപം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. അതേപോലെ ധനപരമായ കാര്യങ്ങളിലൊക്കെ അനുകൂലമാണ്, നേട്ടമുണ്ടാക്കാൻ കഴിയും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അത്ര മേന്മയല്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ മതി. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം. ഇടവം രാശിക്ക് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാർക്ക് പൊതുവേ ശുഭകരമാണ്. എന്നാൽ മനസ്സിനും ശരീരത്തിനൊന്നും അത്ര ഒരു നല്ല ദിവസമല്ല. ആരോഗ്യപരമായി അനുകൂലമല്ലാത്ത ദിവസമാണ്. അതേപോലെ മനസ്സും ഒരു സ്വസ്ഥത കുറയുന്ന ഒരു ദിവസമാണ്. ആസ്മ പോലെ ഉള്ള അസുഖമുള്ളവരൊന്നും ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. മനസ്സ് ഒരിക്കലും ഒരു സുഖമായിരിക്കില്ല, അസ്വസ്ഥമായിരിക്കും. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും.
ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും കാര്യമായി ബാധിക്കില്ല. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ദൈവാധീനം അല്പം കുറഞ്ഞ ഒരു സമയമാണ്. അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും. എല്ലാ കാര്യങ്ങൾക്കും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. മക്കളുമായിട്ട് ചില കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ്. അത് കൊണ്ട് നല്ല ദൈവാധീനമൊക്കെ വരുത്തി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മിഥുനം, മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി. മിഥുനം രാശിക്ക് ആരോഗ്യം മേന്മയുള്ളതാണെങ്കിലും മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകുന്നതാണ്. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. നല്ലത് തോന്നണമല്ലോ, നല്ല സമയത്ത് വേണ്ട സമയത്ത് വേണ്ടത് തോന്നിയാലാണല്ലോ ഗുണമുള്ളൂ. അത് ഈ മിഥുന രാശിക്കാർക്ക് ഈ ദിവസം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വരും. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. മുൻകോപം മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും വാക്കുകൾ നന്നായിട്ട് പ്രയോഗിക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. ദൈവാധീനം വളരെ കുറവാണ്. കുടുംബത്തിൽ കലഹവും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളി മക്കളും ഒന്നും അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗത്തും അത്ര അനുകൂലമല്ല. ചില ബന്ധനങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാൽ ഉപയോഗിക്കാതിരിക്കാൻ മിഥുന രാശിക്കാർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വീട്ടിൽ അസ്വസ്ഥത നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസം ആയതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഈ മിഥുനക്കൂറുകാർ വീട്ടിലേക്ക് പോകാതിരിക്കുക. കാരണം അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളിടത്തേക്ക് വീണ്ടും കൂടുതൽ അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ അതിനു വേണ്ടിയാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ആ രീതിയിൽ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ദിവസം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അതിനു വേണ്ടി തന്നെയാണ് ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ നിങ്ങൾ സമീപിക്കണം. അപ്പോൾ മിഥുന രാശിക്കാർ ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടക രാശിക്കാർക്ക് മേന്മയുള്ള ദിവസമാണ്. ശുഭകരമായ ഒരു ദിവസമാണ്. ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അലസതയൊന്നും ഉണ്ടാകില്ല. എന്നാൽ മനസ്സ് ചിലപ്പോൾ കൈവിട്ട് പോകുന്നതായിട്ട് ഈ ദിവസം കർക്കിടകക്കൂറുകാർക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് മനസ്സ് കൈവിട്ട് പോകുന്നത് മൂലമുണ്ടാകുന്ന വാക്കുകളുടെ പ്രയോഗം കർക്കിടകം രാശിക്കാർക്ക് ചില നഷ്ടങ്ങളെ ഒക്കെ ഉണ്ടാക്കും, ചില പ്രയാസങ്ങളെ ഉണ്ടാക്കും. അത് മനസ്സിലാക്കുക. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ് കർക്കിടകം രാശിക്കാർക്ക്. അതേപോലെ മുൻകോപം മൂലമുള്ള കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവാധീനം ഉള്ള ഒരു ദിവസമൊക്കെയാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല. സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങൻ രാശിക്ക് പൊതുവെ അനുകൂലമല്ല, കഠിനദോഷമായ സമയമാണ്. എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. പക്ഷേ ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വളരെ ക്ഷീണം അനുഭവപ്പെടും, അലസത അനുഭവപ്പെടും, ഒന്നും ചെയ്യണമെന്ന് തോന്നാത്ത ഒരു ദിവസമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിനെ ഉണർവാക്കാൻ, ഉന്മേഷമാക്കാനായിട്ട് കഴിയും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പക്ഷെ പിതൃസ്ഥാനീയരിൽ നിന്ന് മനസ്സിന് അനുകൂലമല്ലാത്ത ചില വാക്കുകളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ആരോഗ്യ അനുകൂലമല്ല, ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും, കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. എന്നാൽ മക്കളിൽ നിന്ന് ചിലപ്പോൾ മനസ്സിന് വിഷമകരമായ അവസ്ഥയും ഉണ്ടാകാം. തൊഴിൽ രംഗത്തൊട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരുമൊക്കെ അനുകൂലമല്ല. മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകും അവരിൽ നിന്നൊക്കെ. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. കന്നി, ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കുറുകാർക്ക് കഠിന ദോഷമായ സമയമാണ്. മനസ്സ് ഒട്ടും അനുകൂലമല്ല, ബുദ്ധിയും ഒട്ടും അനുകൂലമല്ല. മനസ്സും ബുദ്ധിയും അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ വേണ്ടതുപോലെ ചെയ്തു തീർക്കാനായിട്ട് കഴിയില്ല. അതുപോലെ ആരോഗ്യവും അത്ര അനുകൂലമല്ല. ഒന്നിനും ഒരാത്മവിശ്വാസം ഉണ്ടാവില്ല. ഒന്നും ചെയ്യാനായിട്ട് മനസ്സ് അനുവദിക്കില്ല. അത് ചെയ്താൽ ശരിയാവോ, ഇന്നത് ചെയ്താൽ ശരിയാവില്ല എന്നിങ്ങനെ മനസ്സ് പറയും. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കുക, നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് പ്രവർത്തിക്കുക. ശരിയാവോ ഇല്ലയോ എന്നുള്ളതല്ല, പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നന്നായി നാമം ജപിച്ചിട്ട് കർമ്മമണ്ഡലത്തിലേക്ക് പ്രവർത്തിക്കുക. അലസതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊക്കെ ഒഴിവാക്കുക. അഭിപ്രായ സ്ഥിരത ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അഭിപ്രായ സ്ഥിരതയോടുകൂടി ഉറപ്പോടുകൂടി 1-2 പ്രാവശ്യം ആലോചിച്ചിട്ടാണെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. കാരണം കർമ്മഫലം അതാണ്. ദോഷങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും, പക്ഷേ എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് വരുമെന്ന് വിചാരിക്കരുതല്ലോ. ഭഗവാന്റെ ഇഷ്ടത്തിന് വിട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കണം. അതേപോലെ സഹോദര സ്ഥാനികർ പൊതുവെ കന്നിരാശിക്കാർക്ക് അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും കാര്യമായിട്ട് വരുന്നൊരു സമയമല്ല. ദൈവാധീനം ചെറിയ തോതിലൊക്കെ ഉള്ള ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ധനപരമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. മക്കൾ അനുകൂലമാണെങ്കിലും ജീവിത പങ്കാളിയിൽ നിന്ന് അല്പം വിഷമം ഉണ്ടാവും. അതേപോലെ തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. പിതൃസ്ഥാനീയരിൽ നിന്ന് അതേപോലെ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അനുഭവം ഉണ്ടാവും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഈ ദിവസം ഒട്ടും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അനുകൂലമായ ദിവസമല്ല. കാരണം തൊഴിലിനകത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ലഹരി പദാർത്ഥങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ആ പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കുക. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു അവസ്ഥയാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിനെ അനുകൂലാക്കാനായിട്ട് കഴിയും, ശാന്തമാക്കാനായിട്ട് കഴിയും. മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ശരീരത്തിന് അല്പം അലസതയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടും. ആഹാരമൊക്കെ നിയന്ത്രിച്ച് ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ ആരോഗ്യം ഒരു പരിധിവരെ അനുകൂലമാക്കി എടുക്കാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ദിവസമാണ്. കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ശത്രുക്കളാകുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും തുലാം രാശിക്കാർക്ക്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എടുത്തു ചാടി മറ്റുള്ളവരോട് കലഹം ഉണ്ടാക്കിയതിന് ശേഷം നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയും, പക്ഷേ അത് ആ എടുത്തുചാട്ടം ഒന്ന് നിയന്ത്രിക്കുക കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ദിവസം വളരെയധികം ശ്രദ്ധിക്കണം. ദൈവാധീനം കുറവുള്ള ഒരു കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥത കുറവ് പൊതുവെ അനുഭവപ്പെടും. ജീവിത പങ്കാളിയും മക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. അതുപോലെ പിതൃസ്ഥാനീയരും അത്ര അനുകൂലമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പ്രയാസം, അതല്ല തൊഴിൽ സ്ഥലത്ത് മേലുദ്യോഗസ്ഥന്മാരുമായി കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നിയന്ത്രിച്ച് പോകാനായിട്ടും കൂടെ ശ്രദ്ധിച്ചു പോകണം. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ശ്രദ്ധയും
കഴിവും ഒക്കെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നു എങ്കിൽ. വൃശ്ചികം രാശിക്ക് ഗുണകരമായ ഒരു ദിവസമാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട ആണ് വൃശ്ചിക രാശിയിൽ വരുന്നത്. വൃശ്ചിക രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യപരമായി അല്പം മേന്മ കുറഞ്ഞ ദിവസമായിരിക്കും. എങ്കിലും അവർക്ക് പൊതുവെ മനസ്സൊക്കെ അനുകൂലമാണ്, ബുദ്ധി അനുകൂലമാണ്, പിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ്. പൊതുവെ ഒരു ഉന്മേഷവും ഒക്കെ അനുഭവപ്പെടും. കാര്യം അലസതയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെങ്കിലും, ആരോഗ്യക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമാണെങ്കിലും പൊതുവെ ഒരു ഉന്മേഷവുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇടയ്ക്ക് ചില സമയത്ത് ഒരു അലസത ഈ സമയത്ത് പ്രകടമാവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അതേപോലെ അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമല്ല. ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ മൂലം കലഹങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കാം. ശത്രുദോഷം ഉണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വരുന്ന സമയമാണ്. മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കണം. വാക്കുകൾ അത്ര അനുകൂലമൊന്നുമല്ല. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ സ്വമേധയ വാക്കുകളെ നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ വൃശ്ചികക്കൂറുകാർ. എങ്കിലാണ് ആ വാക്കുകൾ മൂലമുള്ള ദോഷങ്ങളെയൊക്കെ ഒഴിവാക്കിയെടുക്കാനായിട്ട് കഴിയും. എങ്കിലും ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമെങ്കിലും അത് വാക്കുകളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ബോധപൂർവം ശ്രമിച്ചാൽ ആ ദിവസത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ദൈവാധീനമുള്ള ദിവസമാണ്. കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. മക്കളും ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. എങ്കിലും ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ശ്രദ്ധിച്ച് ചിലവ് ചെയ്യുക, അതേപോലെ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ ധനനഷ്ടത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് എല്ലാ കുറുകാർക്കും കഴിയും. ദൈവാധീനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വേഗം കഴിയും. അത് ഇപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് അല്പം ദൈവാധീനം ഉള്ളതാണ്. അപ്പോൾ ദൈവാധീനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചിലവൊക്കെ നിയന്ത്രിച്ച് അല്പം മിച്ചം പിടിക്കാനൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പോകും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നും അല്ല. വൃശ്ചികം രാശിക്കാർക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. മേലുദ്യോഗസ്ഥർ സഹപ്രവർത്തകരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് ഒട്ടും അനുകൂലമല്ല. ആരോഗ്യവും അനുകൂലമല്ല, മനസ്സും അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവ്, അലസത, എല്ലാത്തിനെയും ഒരു സംശയത്തോടു കൂടി വീക്ഷിക്കുക. വിളർച്ച, ദഹനക്കുറവ്, ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ, നേത്രരോഗങ്ങൾ, പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുക. അതേപോലെ മനസ്സും അനുകൂലമല്ല. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ചിന്തിച്ച് അനാവശ്യമായി മനസ്സ് വേദനിപ്പിക്കും. അങ്ങനെ മനസ്സിൻ്റെ വേദന മൂലം ശരീരത്തിനും അസുഖം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അതുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരൊന്നും ധനുരാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല. കടബാധ്യതകൾ വരും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ശ്രദ്ധിക്കണം. വാക്കുകളൊക്കെ ധനുരാശിക്കാർക്ക് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ ഒരു മേന്മ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദിവസം ഉണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും തൊഴിൽ രംഗത്ത് ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മകരം രാശിക്കാർക്ക് ദോഷകരമായ ദിവസമാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമല്ല. പൊതുവെ ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അതിൽ മാനസിക അസ്വസ്ഥതയുള്ളവർ, ആസ്മ പോലെ അസുഖമുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ അസുഖമുള്ളവർ, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ള മകരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അലർജി രോഗങ്ങളും ഉള്ളവരും ശ്രദ്ധിക്കുക. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം മകരം രാശിക്കാർക്കുണ്ടാകും. കടബാധ്യത വരും.
ചില അപകടങ്ങളും ഈ ദിവസം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൽ മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകും. വാക്കുകൾ അത്ര അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസമല്ല. അപ്പോൾ എടുത്തുചാട്ടം മൂലം ഉണ്ടാകുന്ന കലഹങ്ങൾ ചില ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ സൃഷ്ടിക്കാനും ഈ ദിവസം വാക്കുകൾ കൂടുതൽ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് സംഭവിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല. ദൈവാധീനമുണ്ടാകും. ദൈവാധീനമുള്ളൊരു ദിവസമാണ് ഒരു പരിധി വരെ. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി മക്കളുമൊക്കെ ഒരു പരിധി വരെ കാര്യത്തിൽ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തൊഴിൽ രംഗം മേന്മയുള്ളതാക്കി മാറ്റാനായിട്ട് കഴിയും. കുംഭൻ രാശിക്കും അനുകൂലമായ ദിവസമാണ്. മനസ്സും ശരീരമൊക്കെ അനുകൂലമായിരിക്കും. ആരോഗ്യം ഒക്കെ മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. മനസ്സ് ആരോഗ്യപൂർണ്ണമാണ്. നല്ല ചിന്തകളെ കൊണ്ടുവരാനായിട്ട് കഴിയും. അതേപോലെ അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മാതൃപിതൃസ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുദോഷമൊക്കെ ഒരു പരിധി വരെ അനുഭവിക്കേണ്ടതല്ലാത്ത ഒരു ദിവസമാണ്. അനുഭവിക്കേണ്ടതായിട്ടൊന്നും വരില്ല. ശത്രുക്കളൊക്കെ ചിലർ മിത്രങ്ങളായി വരികയും ചെയ്യുന്ന ഒരു ദിവസമാണ്. അതേപോലെ വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായി ചില നഷ്ടങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊന്ന് കരുതിയിരിക്കുക. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് ചില കലഹങ്ങളും തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും സഹപ്രവർത്തകരുമായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും തൊഴിൽ രംഗത്ത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി. മീനരാശിക്കാർക്കൊട്ടും അനുകൂലമല്ല. മനസ്സ് അനുകൂലമാണ്. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. ഈ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് അനുകൂലമാക്കിയെടുത്താൽ പകുതി ദോഷങ്ങളെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ആരോഗ്യം അനുകൂലമല്ല. വാത പിത്ത രോഗങ്ങൾ നിമിത്തമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അതുപോലെ ആസ്മ, മാനസിക അസ്വസ്ഥ തുടങ്ങിയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. വൃക്കരോഗങ്ങളുള്ള മീനരാശിക്കാരൻ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തർക്കങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാകും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും. മക്കളും അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അനുഭവങ്ങളുണ്ടാവും. ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ രംഗത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പൊതുവായ ഒരു ഫലമാണ്. ആരുടെയും ജാതക ഫലമല്ല ഇത്. അത് മനസ്സിലാക്കി വേണം നിങ്ങളിതിനെ സമീപിക്കാനായിട്ട്. ഈശ്വരാധീനമൊക്കെ കുറവാണെന്ന് പറഞ്ഞിട്ടുള്ള രാശിക്കാർ അത് ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.